തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖ. വാർഡ് കൌൺസിലറാകാനല്ല മത്സരിച്ചത് എന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് തനിക്ക് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. പ്രതികരണം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി ആർ ശ്രീലേഖ രംഗത്തെത്തി. പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരെയും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. തന്നെ മേയറാക്കാമെന്ന BJP നേതൃത്വം വാഗ്ദാനം നൽകിയിരുന്നെന്നും അവസാന നിമിഷം തീരുമാനം മാറിയെന്നുമാണ് ആർ ശ്രീലേഖ തുറന്നടിച്ചത്. പാർട്ടി പറഞ്ഞാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പ്രതികരണം. പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. പ്രതികരണം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി ശ്രീലേഖ രംഗത്തെത്തി. പുറകെ നടന്ന് ശല്യം ചെയ്ത മാധ്യമങ്ങൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണം. ശ്രീലേഖയുടെ പ്രതികരണത്തിൽ ഒന്നും പറയാതെ മേയർ VV രാജേഷ് ഒഴിഞ്ഞുമാറി. അങ്ങനെ ചില വാർത്തകളൊന്നും പറയുന്നത് കേട്ടു, ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. ശ്രീലേഖയുടെ തുറന്നു പറച്ചിലിൽ BJP നേതൃത്വം ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.